ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ചേർത്തു. ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ എല്ലാം കൈവിട്ടു പോയി എന്നറിഞ്ഞപ്പോൾ കടുത്ത നടപടികളിലേക്ക് ഒരുങ്ങുകയാണ് നമ്മുടെ ഹൈറിച്ചിലെ ലീഡർമാർ. ഹൈറിച്ചിലെ ലീഡർമാർ എന്ന് പറയുമ്പോൾ വലിയ ലീഡർമാരല്ല, അവരൊക്കെ വേറെ മണി ചെയിനും ക്രിപ്റ്റോ തട്ടിപ്പും ഒക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. എന്നാൽ പണം പോയ അല്ലെങ്കിൽ പണത്തിന് ഉത്തരവാദികളായ ചില ലീഡർമാരാണ് കടുത്ത നടപടികളിലേക്ക് പോകുന്നത്. അവർ കരുതുന്നത് കോടതിയുടെ മുമ്പാകെ ദയാഹർജിയുമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, വിധി തയ്യാറല്ലാത്തത് കൊണ്ടാണ് വിധി പ്രസ്താവം ലേറ്റ് ആകുന്നത്. അപ്പോൾ ഇനിയും 2-3 ദിവസമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് പൂർത്തിയാകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് 9-ാം തീയതി ഡേറ്റ് വെച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഓഫീസിലെ സാധന സാമഗ്രികളൊക്കെ കലക്ടറോട് ലേലം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഈ പ്രതാപൻ്റെ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കണ്ടീഷൻസും അതിൽ ജഡ്ജ് എന്താണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായതാണ്. ഈ കക്ഷിക്കെതിരെ കടുത്ത തെളിവുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. എങ്കിലും 60 ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് 92-ാമത്തെ ദിവസമാണ്, 60 ദിവസമാണ് കുറ്റപത്രം സമർപ്പിക്കാത്ത ഒരു കേസിൽ 60 ദിവസം വരെയാണ് ഒരാളെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഇദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും എല്ലാ ശനിയാഴ്ചയും ഹാജരാവണം, സംസ്ഥാനം വിട്ടു പോകാൻ പാടില്ല, 2 പേരുടെ ജാമ്യം, അങ്ങനെയുള്ള വ്യവസ്ഥകളാണ്. അന്വേഷണത്തുമായിട്ട് പൂർണ്ണമായി സഹകരിക്കണം, FIR ഇട്ടവരെയോ അല്ലെങ്കിൽ ഇതിലെ മറ്റ് സാക്ഷികളെയോ ഒരു തരത്തിലും സ്വാധീനിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കടുത്ത നിബന്ധനകളോട് ആണ് ഇദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത്. അതൊരു ടെക്നിക്കലി ജാമ്യമാണ്. ഇദ്ദേഹം കഴിഞ്ഞ 6 മാസമായിട്ട് EDയുടെ അറസ്റ്റിൽ ജയിലിലാണ്. അപ്പോൾ എന്നിട്ടും ചില ആൾക്കാർ കരുതുന്നത് നമുക്ക് പോസിറ്റീവായ വിധി കിട്ടുമെന്നാണ്. സങ്കട ഹർജി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ പൈസ പോയിട്ടുണ്ട് എന്നൊക്കെ കോടതിയുടെ മുമ്പാകെ പറയണം എന്നാണ്. എന്തുകൊണ്ട് ലേറ്റായി എന്ന് മാത്രമാണ് ഇവരോടൊക്കെ ചോദിക്കാനുള്ളത്. ഉണ്ടായിരുന്നല്ലോ 5 മാസം. ജൂൺ 23-ാം തീയതിയാണ് ഈ കേസ് ബഡ്സ് കോടതിയിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം 20-25 ദിവസം ഇങ്ങനെ മാറ്റി വെച്ചിരുന്നു. അന്നൊന്നും നിങ്ങൾക്ക് പോയിട്ട് സങ്കട ഹർജി കൊടുക്കാൻ മേലായിരുന്നു. ഇപ്പോൾ വിധി എഴുതിയിട്ട് അതിൽ കറക്ഷൻ നടക്കുന്ന സമയത്താണോ നിങ്ങൾ സങ്കട ഹർജിയുമായി പോകേണ്ടത്? എന്തായാലും ഒരു 10-35 പേരുടെ സങ്കട ഹർജി കോടതിയുടെ മുമ്പാകെയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ആൾക്കാർ FIR ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പണം പോയിട്ടുണ്ടെങ്കിൽ FIR ഇടുക, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് മുന്നാകെ പോയിട്ട് മൊഴി നൽകുക എന്നുള്ള ഈ 2 ഓപ്ഷൻ മാത്രമാണ് നിലനിൽക്കുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വിറ്റ് കിട്ടുന്ന, ലേലം ചെയ്ത് കിട്ടുന്ന പണത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രീസ് ചെയ്തിരിക്കുന്ന പണത്തിൽ നിന്നോ നിങ്ങൾക്ക് പൈസ ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഈ കേസ് ശ്രീനാഥ് പ്രതാപനും ലീഡർമാരും എല്ലാം വിട്ടിരിക്കുകയാണ്. അവർക്കറിയാം ഇതൊന്നും ഒരിക്കലും തുറക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ സങ്കട ഹർജികളൊക്കെ കുറച്ച് ലേറ്റായി എന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇനിയെങ്കിലും പണം ആവശ്യമുണ്ടെങ്കിൽ ഈ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ലോകം തേച്ചും സങ്കട ഹർജികൾ എഴുതിയിട്ട് ഒരു കാര്യവുമില്ല എന്നാണ് പറയാനുള്ളത്. നിയമപ്രകാരം നിയമം മൂലം നിരോധിച്ച ഒരു കമ്പനിയിൽ നിങ്ങളുടെ പണം പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള നടപടികളാണ് എടുക്കേണ്ടത്. അല്ലാതെ കരഞ്ഞതുകൊണ്ടോ പ്രാർത്ഥിച്ചതുകൊണ്ടോ സങ്കട ഹർജികൾ എഴുതിയതുകൊണ്ടോ ഒരു കാര്യമില്ല. ബൈ.